ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ലച്ചുകുട്ടി വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു റൂം ടൂറാണ്. എൻ്റെ റൂം ടൂറാണ്. ഞാൻ ഡ്രോയിങ് വീഡിയോയിലും നൈറ്റ് വ്ളോഗിലും ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ റൂം മാത്രമായിട്ടൊരു വ്ളോഗ് ഇടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, വീട്ടിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലെച്ചസ് റൂം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ചേട്ടനൊക്കെ വന്ന് കീറും ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. തുറക്കാം. ലൈറ്റ് ഇടാം. ഇതാണ് ഗൈസ് എൻ്റെ ഒരു റൂം. ഇത് ഞാൻ പഠിക്കുന്ന സ്ഥലം അല്ല, ഇത് ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിനകത്ത് ബോക്സ് ഫയൽസ് ഒക്കെയാണ്. പിന്നെ ഇവിടെ എൻ്റെ ചെപ്പൽസ്, എൻ്റെ മാത്രം. ഇനി ഇവിടെ എൻ്റെ ഡ്രസ്സ് മാത്രം വയ്ക്കുന്ന ഒരു പെട്ടിയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ എനിക്ക് കിടക്കാൻ സൗകര്യം. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി നീളമുള്ള ഇതെനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയ ബെഡാണ് എടുത്തേക്കണേ. ഇവിടെ 3 എൻ്റെ അതിഥികളുണ്ട്. എനിക്കിഷ്ടപ്പെട്ടവരാണ് ഇവർ 3 പേരും. അതുകൊണ്ട് ഞാൻ അവർ തന്നെ കിടക്കണ അവിടെ തന്നെയാണ് ഞാൻ വെച്ചേക്കണേ. പിന്നെ ഇത് പഠിക്കുന്ന സ്ഥലം എനിക്ക് കാണുന്നുണ്ട്. മൊത്തം പാവക്കുട്ടികളാണ് ഇട്ടത്. അവിടെ അവിടെ ഇവിടെ അവിടെ ഞാൻ ഫുള്ള് കാണിച്ചിട്ടില്ലേ. ഇവിടെ ഒരു പാവയുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു പാവയുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ കണ്ടവർക്ക് ഇത് അറിയാമായിരിക്കും, കാണാത്തവർ ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാം, സുസു. പിന്നെ ഇവിടെ ഒരു നോട്ട്, ഇത് ഞാൻ ഡ്രോയിങ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇതിന് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതെൻ്റെ ഒരു ഡയറി ബുക്കാണ്. സ്കൂളിലത്തെ ഡയറി ഉണ്ട്, ഇതെൻ്റെ വീട്ടിലത്തെ ഡയറിയാണ്. ഒരു കുഞ്ഞ് ക്യൂട്ട് ഡയറി ബുക്കാണ്. പിന്നെ പഠിക്കുന്ന പ്ലേസിൽ ഇച്ചിരി ക്രയോണൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ പുസ്തകവും ബുക്കൊക്കെയാണ്. എൻ്റെ പൗച്ചാണ് കേട്ടോ അത്, ആ റെഡ്. പിന്നെ ഇതൊക്കെ എൻ്റെ ചേട്ടായുടെ ബുക്ക്. ഇവിടെയുണ്ട് കുട്ടികൾ. ഇവിടെ എൻ്റെ കുടയുണ്ട്, ഇവിടെ ബ്രൗൺ പേപ്പർ ഉണ്ട്, ഇവിടെ ഒരു പാരറ്റ് ഉണ്ട്, ഇവിടെ യൂണിക്കോൺ ഉണ്ട്. യൂണിക്കോണിൻ്റെ പുറത്ത് യൂണിക്കോണിൻ്റെ ബാഗ് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ബാഗാണ്. അപ്പോൾ ഇനി നമുക്ക് അലമാരിയിലേക്ക് പോവാം ഗൈസ്. അലമാരിയിൽ എനിക്ക് ഇരിക്കാനൊരു കസേര വെച്ചിട്ടുണ്ട്. ഇത് തുറക്കാം. ഗൈസ്, ഞാൻ സാധനം കഴിച്ചുതരാം. കഴിക്കണോ ഇപ്പം? അത് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അലമാരി ഫുള്ള് കാണിച്ചില്ലല്ലേ. നമ്മളിവിടെ പറഞ്ഞു ഡ്രസ്സസ്. ഈ ഭാഗം ഫുള്ള് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അച്ഛനില്ലാത്തതുകൊണ്ട്, അച്ഛൻ വെളിയിലാണ്. അച്ഛൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും തൊടാറ് പോലും ഇല്ല. ഇത് മൊത്തം അച്ഛൻ്റെ ഷർട്ടും ജീൻസൊക്കെയാണ്. പിന്നെ ഇവിടെ എൻ്റെ അമ്മയുടെ ഉടുപ്പുകളാണ് കേട്ടോ. ഇവിടെ പിന്നെ അമ്മയുടെ ഡ്രസ്സ്, ചേട്ടയുടെ ഡ്രസ്സ് എന്ത് ചേട്ടയുടെ ഡ്രസ്സ് അച്ഛൻ്റെ കൂടെയെന്ന് തോന്നാണ്. പിന്നെ ഇത് അമ്മയുടെ പണ്ടത്തെ സാരികളാണ്.
പണ്ടത്തെ നമ്മുടെ കല്യാണത്തിന് എടുത്ത സാരികളൊക്കെയാണ്. അച്ഛൻ കൊടുത്ത സാരികളൊക്കെ ഉണ്ട്. പിന്നെ പടങ്ങളൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ. ഇവിടെ ഒരു പാവ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും പാവയാണ്. കണ്ടോ, ഇതെൻ്റെ ഒരു ബർത്ത്ഡേ ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ, ഞാൻ പണ്ടത്തെ. പിന്നെ ഇവിടെ ഒരു പടം വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പടമുണ്ട്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പേപ്പറാണ്, ഒരു A4 സൈസ് പേപ്പറാണ്. എനിക്ക് എന്ത് സ്റ്റിക്കർ കിട്ടിയാലും ഞാനിവിടെ ഒട്ടിക്കും ഗൈസ്. ഇത് മൊത്തം എനിക്ക് കിട്ടിയ എവിടുന്നോ കിട്ടിയൊരു സ്റ്റിക്കറാണ്. പിന്നെ ഇവിടെ ലച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കുരങ്ങൻ. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ വിഷുവിന് പടക്കത്തിൻ്റെ ഒരു കുരങ്ങൻ്റെ ഒരു ഇതില്ലേ, പടക്കില്ലേ, അതിൽ കിട്ടിയൊരു സ്റ്റിക്കർ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചതാണ് ഗൈസ്. ഇവിടെ ഒട്ടിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒട്ടിച്ചതാണ്. പിന്നെ എന്തത്ര കുഴപ്പം അല്ലേ. പിന്നെ ഇവിടെ മറ്റേ എന്നാ പിസ്തയില്ലേ, പിസ്തയുടെ തോട് വെച്ച് ഞാൻ ചുമ്മാ കളറടിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റൂം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു റൂം എന്ന് പറയണത്. ഇവിടെ പിന്നെ ഞാൻ പണ്ട് വരച്ചത് ഇതൊന്നും ഞാൻ വരച്ചല്ല കേട്ടോ, ഇതൊക്കെ ദിയാവാവ വരച്ചതാണ്. ഇവിടെ എഴുതിയൊക്കെ ഉണ്ടോ, ദിയ 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 ദിയ. പിന്നെ ഇത് ഞാൻ വരച്ചതാണ്. ഇത് എനിക്ക് കിച്ചുവിന് ഞാൻ വരച്ചതാണ്, എൻ്റെ ബ്രദറിന് വരച്ചതാണ്. പക്ഷേ ഈ സബ്സ്ക്രൈബ്സ് പാളിപ്പോയതുകൊണ്ട് ഇവിടെ ചുമ്മാ ഒട്ടിച്ചേക്കലാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഈ പട്ടിക്കുട്ടീനെ എപ്പോൾ കുഞ്ഞിനെ കാണിച്ചാലും, കുഞ്ഞിന്ന് പറഞ്ഞാൽ പൂച്ചയാണ് കേട്ടോ, എപ്പോൾ കുഞ്ഞിനെ കാണിച്ചാലും അതിങ്ങനെ കുറുമാവൂ എന്ന് പറഞ്ഞു മാവ്. പിന്നെ ഇത് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്തൊരു കുപ്പിയാണ്. ഇത് ഞാൻ വെള്ളം നിറച്ചിട്ട് ഒരു ചെടി വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ അതെന്താ സാധനങ്ങളൊക്കെ എനിക്കറിയത്തില്ല. ഈ ഒരു ലോഷൻ ബോഡി ലോഷനാണ്, ഇത് ഞാൻ ഉപയോഗിക്കണം കേട്ടോ. എൻ്റെ ക്യാപ്പ് എവിടെയോ പോയി. പിന്നെ ഇവിടെ ഒരു സ്പ്രേ, ഒരു പെർഫ്യൂം. ഇത് ഈ പെർഫ്യൂം എൻ്റെ അമ്മായി വെളിയിലായിരുന്നു, എവിടെ അമ്മായി വെളിയിലായിരുന്നപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നല്ലോ. ന്യൂട്ടല കൊണ്ടുവന്നു, എനിക്ക് ഡ്രസ്സ് കൊണ്ടുവന്നു, പറവ പോലത്തെ ഡ്രസ്സാട്ടോ. അതൊന്നും ഞാൻ ഇടാറില്ല, എനിക്കിത് കുത്തിക്കയറണ പോലെ എനിക്ക് ഇറിറ്റേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഷർട്ടും ടോപ്പും ജീൻസൊക്കെ ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ പറവ പോലത്തെ ഇടുന്നൊന്നും ഇഷ്ടമില്ല. പറവ പോലത്തെ ഇടുന്നവർക്ക് ഇട്ടപ്പോൾ ഇറിറ്റേഷൻ ഉള്ളവർ കമൻറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു റൂം. മൊത്തം കാണിച്ചു നിങ്ങൾക്ക്. അവിടെ ഒരു ഭാഗമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ട്, എന്തിനാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു കുഞ്ഞിപ്പടം വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൈം ടേബിളാണ്, അമ്മയുടെ ടൈം ടേബിളാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ബെല്ലൈക്കണും കൂടെ ടിൻ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.